സമർപ്പിച്ച കുറ്റപത്രം കോടതി തള്ളുകയും അതിലേക്ക് തിരികെ എത്താം. ഈ വാളയാർ കേസിലെ നീതിക്ക് വേണ്ടിയുള്ള സമരസമിതിയുടെ പ്രവർത്തകൻ കൂടിയായ VM മാർസൻ നമ്മോടൊപ്പം ചേരുകയാണ്. VM മാർസൻ, അതിവിചിത്രമായ ഒരു കുറ്റപത്രം, ഒരിക്കലും പ്രതീക്ഷിക്കാത്തത്. വാളയാർ പീഡന കേസിൽ ഇതുവരെയുള്ള അതിൻ്റെ നിയമ പോരാട്ടത്തിൻ്റെ ചരിത്രത്തിൽ ആരും, സാധാരണ ജനം പ്രതീക്ഷിക്കാത്ത ഒന്ന് CBIയുടെ കുറ്റപത്രം വന്നിരിക്കുന്നു. അതിൽ മാതാപിതാക്കളെ തന്നെ ബലാത്സംഗ പ്രേരണ കുറ്റത്തിന് ആരോപണ വിധേയരാക്കുന്ന രീതിയിലുള്ള കുറ്റപത്രം വന്നിരിക്കുന്നു. എങ്ങനെയാണ് സമരസമിതി ഇതിനെ കാണുന്നത്? രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഒന്ന്, ഇതൊരു വൻ ഗൂഢാലോചനയാണ്. ബലാത്സംഗ പ്രേരണ കുറ്റം എന്ന് പറഞ്ഞാൽ എന്താണ് പച്ചക്കതിന്റെ അർത്ഥം? ഇത് ഗൂഢാലോചനയാണ്, കൃത്യമായ ഗൂഢാലോചന. അത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, ഈ പറയുന്ന ഈ മൂത്ത കുട്ടിയെ പീഡിപ്പിക്കപ്പെട്ട സമയത്ത്, അത് ഉപദ്രവിക്കുന്ന സമയത്ത് ഇത് അറിഞ്ഞിട്ട് ഈ കുടുംബം പോലീസിൽ പരാതിപ്പെട്ടില്ല എന്നാണ്. പക്ഷെ ഇതേ കാര്യം സോജന്റെ അന്വേഷണ സംഘത്തോടും ഈ പറയുന്ന അനന്തകൃഷ്ണൻ അന്വേഷണ സംഘത്തോടും ഇപ്പോഴത്തെ ഉമ്മയുടെ അന്വേഷണ സംഘത്തോടും വാളയാർ കുട്ടികളുടെ കുടുംബവും അമ്മയും മൊഴിയായി തന്നെ കൊടുത്തിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഇക്കണ്ട കാലം അത്രയായിട്ടും ഈ ഒരു രീതിയിൽ ഈ സംഗതി പറഞ്ഞില്ല എന്നുള്ള കാരണത്താൽ ഇവരെ പ്രതിചേർക്കുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നില്ല. ഒന്നത്. രണ്ട്, ഈ പറയുന്ന ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ പാലക്കാട് പോക്സോ കോടതിയിലാണ് കേസ് നടന്നിരുന്നത്. ഇപ്പോൾ നിലവിൽ പുതിയ സംഘം വന്നതിന് ശേഷം ഹൈക്കോടതിയിൽ പ്രകാരം, ഹൈക്കോടതിയിൽ അപേക്ഷ വെച്ച് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ഈ കേസ് യാതൊരു കാരണവുമില്ലാതെ CBI കോടതിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഒപ്പം തന്നെ സ്പെഷ്യൽ പ്രോസിക്യൂഷൻ എന്നത് സ്പെഷ്യൽ പ്രോസിക്യൂഷന്റെ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നമ്മൾ പോയ സമയത്ത് എന്നത് ഇരയുടെ അവകാശമാണ് എന്ന നിരീക്ഷണം നിലനിൽക്കുകയാണ്. പയസ് മാത്യു എന്ന് പറയാൻ സർക്കാർ ഏകപക്ഷീയമായിട്ട് പോക്സോ കോടതി ഈ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വെച്ചിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം തന്നെ ഈ കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് നിസ്സംശയം പറയാം. മാത്രമല്ല, ഈ പറയുന്ന ഇപ്പോഴത്തെ ഡിവൈഎസ്പി ഉമ്മയുമായിട്ട് ഞങ്ങൾ സമരസമിതി എന്ന രീതിയിൽ നമ്മൾ സംസാരിച്ചിരുന്നു. സംസാരിച്ച സമയത്ത് നമ്മൾ അവരോട് എടുത്തു പറഞ്ഞൊരു സാധനമുണ്ട്. ഈ കുട്ടികൾ ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രീയ പരിശോധനയാണ് സെലോഫൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് അത് ലളിതമായി പറഞ്ഞാൽ, തൂങ്ങാൻ ഉപയോഗിച്ച എലമെന്റ് മാറ്റി വെക്കും, അതിന്റെ കഴുത്തിലും രണ്ട് കൈകളിലും സെലോട്ടേപ്പ് ചുറ്റും ഈ ഒട്ടിക്കും, എന്നിട്ട് അത് പറിച്ച് ഇതിൽ സൂക്ഷിക്കും. അപ്പം ഈ സെലോട്ടേപ്പിൽ ഈ തൂങ്ങാൻ ഉപയോഗിച്ച ഷാളാണെങ്കിലും കയറാണോ അതിന്റെ ചെറിയ സൂക്ഷ്മ ഘടകങ്ങൾ ഉണ്ടാവും. എത്ര കാലം കഴിഞ്ഞാലും ഈ പറഞ്ഞ ടെസ്റ്റിൽ ഈ സാധനം തിരിച്ചറിയാൻ പറ്റും. പക്ഷേ ഈ രണ്ട് കുട്ടികളുടെ കാര്യത്തിലും ഇവരുടെ കൈകളിൽ ഈ സെലോഫൻ ടെസ്റ്റിന്റെ ഫലം നെഗറ്റീവാണ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ ആത്മഹത്യ ചെയ്തതല്ല എന്നർത്ഥം. പ്രീനോട്ടിലിട്ട് അന്വേഷിക്കാൻ അവരോട് ആവശ്യപ്പെട്ടിട്ടും അവർ പറഞ്ഞ പ്രതികാരം നമ്മളോട് ചോദിക്കുകയാണ്. അപ്പൊ കുട്ടികൾ ആത്മഹത്യ ചെയ്തതല്ല എന്ന് കൃത്യമായ ബോധ്യം ഈ എല്ലാ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കും ഉള്ളപ്പോഴാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം അച്ഛൻ്റെ അമ്മയുടെയും പേരിൽ ചുമത്തുന്നത്. ആരാണ് കൊന്നതെന്ന് അന്വേഷിക്കാതെ, മാത്രമല്ല ഈ പ്രതികൾ പോലും വാടക പ്രതികളാണെന്ന് പൊതുവെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ യഥാർത്ഥ കുറ്റവാളി ആരും അന്വേഷിക്കാതെ അച്ഛനും അമ്മയും പ്രതി ചേർത്ത് ഈ കേസ് ഒതുക്കി തീർക്കാൻ CBI ശ്രമിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് വാളയാർ കേസിന്റെ പറയുന്നത് വളരെ വലിയ വലിയ വമ്പന്മാരായ ആളുകളാണ് എന്ന് തന്നെയാണ് നമ്മുടെ സംശയം അടിവരയിടുകയാണ്. അതുകൊണ്ട് ഇതിനെതിരെ നമ്മൾ കൃത്യമായ CBIയുടെ അന്വേഷണം ഒരു ഘട്ടത്തിൽ വേണമെന്ന് സമരസമിതി ആവശ്യപ്പെട്ടിരുന്നു. സംസ്ഥാന പോലീസിന്റെ അന്വേഷണം അത് ക്രിയാത്മകമല്ല എന്ന് മാത്രമല്ല, പോലീസിനെ സംരക്ഷിക്കുന്ന രീതിയിലാണ്. പ്രത്യേകിച്ചും അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള സോജൻ അടക്കമുള്ളവർ ഈ കുട്ടികൾക്കെതിരെ അപകീർത്തികരമായ പ്രസ്താവനകൾ അന്വേഷണത്തിന്റെ വേളയിൽ ഉന്നയിക്കുകയും അടക്കം ചെയ്ത കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് CBIയിലേക്ക് ഈ കേസ് പോയത്. CBIയിൽ നിന്ന് ഈ രീതിയിലുള്ളൊരു കുറ്റപത്രം വരുമ്പോൾ CBIയിൽ ഏത് രീതിയിലായിരിക്കും അങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ ഒരു താല്പര്യവും അജണ്ടയും വരുന്നത് എങ്ങനെയായിരിക്കും? അല്ല, അത് നമുക്കറിയാവുന്ന ഇപ്പൊ അഭയ കേസിൽ CBI അന്വേഷിച്ചിട്ട് എവിടം വരെ എത്തി? 4 ഘട്ടങ്ങളിലാണ്. 3 ഘട്ടങ്ങളിലും CBI കൊടുത്ത ചാർജ് ഷീറ്റ് CBI കോടതി തന്നെ തള്ളിക്കളഞ്ഞതിന് ശേഷമാണ് 4ാമത്തെ ചാർജ് ഷീറ്റിൽ പ്രതികളെ ശിക്ഷിക്കാനെങ്കിലും തയ്യാറായത്. അപ്പൊ CBI എന്ന് പറയുന്ന സംഗതിയുടെ വിശ്വാസത്തൊക്കെ എന്തുകൊണ്ടെന്നുള്ള കാര്യമൊക്കെ കഴിഞ്ഞ കുറെ നാളായിട്ട് നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. മാത്രമല്ല, ഈ ഉദ്യോഗസ്ഥന്മാർ സ്വാധീനിക്കപ്പെട്ടു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ നിമിഷം വരെ 3 നോട്ട് ഇടാത്തത്. CBI കൃത്യമായിട്ട് മറുപടി പറയണം. അതായത് എന്തുകൊണ്ട് കൊലപാതക കുറ്റം ആ കേസിൽ FIR ഇടുന്നില്ല? അത് ഇട്ടാലല്ലേ കൊലപാതകളെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് CBI കൊലപാതക കുറ്റം ഇടാത്തത്? കെമിക്കൽ ടെസ്റ്റിൽ കുട്ടികൾ ആത്മഹത്യ ചെയ്തതല്ല എന്ന് വ്യക്തമായിട്ട് അവർക്കും ബോധ്യമാണ്, നമുക്കും ബോധ്യമുണ്ട്. റിപ്പോർട്ട് അതാണ് പറയുന്നത്. അത് ഡോക്യുമെന്റ് ആണ്. എന്നിട്ട് എന്തുകൊണ്ട് CBI തിരിനോട്ട് ഇടുന്നില്ല? തീർച്ചയായിട്ടും ഇത് അട്ടിമറിയാണ്. ഇതിന്റെ മുന്നിൽ വമ്പൻ സ്രാവുകളുണ്ട്. അവരെ രക്ഷിക്കാൻ വേണ്ടി CBI അടക്കം ഇപ്പൊ നമുക്കറിയാലോ, ഒന്നാം സംഘം അന്വേഷണം ഇതിലെ പ്രധാനപ്പെട്ട കുറ്റപത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് മാതാപിതാക്കൾ പീഡന വിവരം മറച്ചുവെച്ചു എന്നാണ് CBI പറയുന്നത്. അന്നത്തെ ആ കാലഘട്ടത്തിലെ സംഭവവികാസങ്ങൾ താങ്കൾക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. അത് പീഡന വിവരം മറച്ചുവെച്ചു എന്നാണോ അതിനെ പറയാൻ കഴിയുക? അത് സ്വാഭാവികമായിട്ടും ഇത്തരമൊരു സംഭവം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാത്ത രീതിയിൽ ഉള്ള ഒരു
ആശങ്ക വന്ന് അവർ അങ്ങനെ അത് പുറത്ത് പറയാതെ നിന്നതാണോ? എന്താണ് സംഭവിച്ചത്? മാതാപിതാക്കൾ പീഡന വിവരം മറച്ചു വെച്ചു എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഈ സംഭവം ഇങ്ങനൊരു സംഗതി ഉണ്ടായെന്ന് അറിഞ്ഞ നിമിഷം തന്നെ വൈകിട്ട് ജോലി കഴിഞ്ഞ് വന്ന സമയത്ത് കുട്ടികളുടെ അമ്മ ഈ ഒന്നാം പ്രതി വലിയമുത്തോന്റെ വീട്ടിൽ ചെന്ന് അവനൊരു ഒരമ്മയുടെ ക്ഷോഭ പ്രകടനത്തിനനുസരിച്ച് എല്ലാ രീതിയിലും മർദ്ദിക്കുകയും ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം കേസിന് പോകുമെന്ന് പറഞ്ഞ ഘട്ടത്തിൽ ഇയാളുടെ 2 സഹോദരിമാര് അവരുടെ ഭാവിയെ കരുതി പോകല്ലേ എന്ന് പറഞ്ഞ് പ്രതിയുടെ അമ്മ ഈ കുട്ടികളുടെ അമ്മയുടെ കാലിൽ വീണ് കെട്ടിപ്പിടിച്ച് കരഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് മേലിൽ ആവർത്തിക്കരുതെന്ന് താക്കീത് കൊടുത്തുകൊണ്ട് ഇവരത് ഒഴിവാകുന്നത്. ഈ സംഭവം അങ്ങനെ ഒഴിവായെന്ന് മാത്രമല്ല, ഈ സംഭവം സോജന്റെ അടുത്തും അനന്തകൃഷ്ണന്റെ അടുത്തും ഉമ്മയുടെ അടുത്തും പറഞ്ഞിരുന്നു. ഇത് ഉമ്മ ഇപ്പോഴത്തെ അന്വേഷണ സംഘം പുതുതായിട്ട് ഗവേഷണം നടത്തി കണ്ടെത്തിയ സംഭവം നല്ലത്. ഒന്നാം സംഘത്തിന്റെ അടുത്തും 2ാം സംഘത്തിന്റെ അടുത്തും വിവരം പറഞ്ഞിരുന്നതാണ്. എന്തുകൊണ്ടാണ് അവർ ഈ രീതിയിലേക്ക് നീക്കം നടത്തായിരുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ സമരസമിതി വളരെ ശക്തമായിട്ട് കോടതി മുഖാന്തരം CBIക്കെതിരായിട്ടാണെങ്കിലും സ്പെഷ്യൽ പ്രോസിക്യൂഷന് വേണ്ടിയാണെങ്കിലും ഇപ്പൊ സോജൻ IPS ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സുപ്രീം കോടതിയിൽ വരെ എത്തി നിൽക്കുകയാണ് ഈ കേസ്. അപ്പൊ ശക്തമായി മുമ്പോട്ട് പോകുമ്പോൾ എത്രയും പെട്ടെന്ന് ഇതിന് ഈ സമൂഹത്തിന്റെ മനസ്സാക്ഷി അല്ലെങ്കിൽ സമൂഹത്തിന്റെ പിന്തുണ നഷ്ടപ്പെടുന്ന വിധത്തിൽ ഒരു സംഗതി ഉയർത്തിക്കൊണ്ട് വന്നില്ലെങ്കിൽ യഥാർത്ഥ പ്രതികൾ അകത്തു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും എന്നൊരു തിരിച്ചറിവ് വന്നോടത്തു നിന്നാണ് ഇവര് ഈ പറയുന്ന ഈ രീതിയിൽ സാധനം കൊടുത്തിട്ടുള്ളത്. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഇപ്പൊ പെരിയ കേസിൽ ഈ പറഞ്ഞ ഈ പ്രതികളെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന പാർട്ടി ആളുകളെ ഉൾപ്പെട്ട കേസിൽ സിബിഐ പ്രതിയാക്കിയോ? എന്തുകൊണ്ടാണ് വാളയാർ കേസിൽ മൂത്ത കുട്ടി കൊല്ലപ്പെട്ടതെന്ന് പോലീസ് കസ്റ്റഡിയിൽ വലിയ മധുവിനെ ഇറക്കിക്കൊണ്ടുവന്ന അന്ന് അവിടുത്തെ SC പ്രൊമോട്ടർ ലോക്കൽ കമ്മിറ്റി മെമ്പറുമായിരുന്നു ബാബു, മറ്റു ലോക്കൽ കമ്മിറ്റി മെമ്പറുമായിരുന്നു ശിവരാമൻ, പിന്നെ അവിടുത്തെ ഒരു പഞ്ചായത്ത് മെമ്പറുടെ ഭർത്താവ് സുമേഷ്, ഈ 3 പേരെ എന്തുകൊണ്ടാണ് പ്രതിയാക്കാതെ സാക്ഷിയാക്കി ഇവിടെ നിർത്തിയിട്ടുള്ളത്? ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇയാൾ ഇറക്കിക്കൊണ്ടത്? എന്തുകൊണ്ടാണ് CBI അവരോട് ചോദിക്കാഞ്ഞത്? അപ്പൊ ഇത് ചെറിയ കളിയൊന്നുമല്ല വാളയാർ കേസ്. ചെറിയ കളിയല്ല എന്ന് പറയുമ്പോൾ നേരത്തെ ഈ കേസിൽ കുട്ടികൾക്കെതിരെ അന്വേഷണ വേളയിൽ അപകീർത്തികരമായ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുകയും പറയുകയും ചെയ്ത സോജൻ അടക്കമുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള കേസ് നടത്താൻ പോലും കഴിയാത്ത രീതിയിലുള്ള അതിദാരിദ്ര്യാവസ്ഥയിലാണ് ഈ കുട്ടികളുടെ അമ്മ എന്ന് പറയുന്നത്. ആ അമ്മ സുപ്രീം കോടതിയിൽ കേസ് നടത്തുന്നതിന് വേണ്ടി സാധാരണക്കാരായ നീതിയെ സ്നേഹിക്കുന്ന വ്യക്തികളുടെ കയ്യിൽ നിന്ന് തങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായത്തിന് അഭ്യർത്ഥിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ അതിലും ഉപരിയായിട്ട് അവരെ തന്നെ പ്രതികളാക്കുന്ന രീതിയിലേക്ക് വരുന്നത്. അപ്പോൾ സമരസമിതിയെ സംബന്ധിച്ചിട്ട് ഇനി എന്താണ് ചെയ്യാൻ കഴിയുക? അല്ല, തീർച്ചയായിട്ടും നമ്മൾ ഇതിനെ കോടതിയിൽ ചോദ്യം ചെയ്യും, ഒരു സംശയം വേണ്ട. അതിൽ നമുക്ക് കോടതിയിൽ നമ്മൾ ഇതിനെ നമ്മൾ ചോദ്യം ചെയ്യും. മനുഷ്യ സ്നേഹികളെ അണിനിർത്തിക്കൊണ്ട് വാളയാർ മക്കളെ സ്നേഹിക്കുന്ന മുഴുവൻ കേരളീയരെയും ജനങ്ങളെയും അണിനിർത്തിക്കൊണ്ട് ശക്തമായ സമര പോരാട്ടങ്ങളിലേക്ക് നമ്മൾ പോകും, ഒരു സംശയമില്ല. വളരെ നന്ദി ശ്രീ VM മാർസൺ സഹകരിച്ചതിന്. അതുല്യ രാമേന്ദ്രൻ നമ്മോടൊപ്പം തുടരുന്നു. ഒപ്പം തന്നെ ഈ വാർത്തയിൽ ഫാദർ അഗസ്റ്റിൻ വട്ടോളി, ഒപ്പം തന്നെ വാളയാർ മക്കളുടെ അമ്മ എന്നിവരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുല്യയിലേക്ക് പോകുന്നു. അതുല്യ, ഈ കുറ്റപത്രത്തിനെതിരെ കോടതിയെ സമീപിക്കും, ഉന്നത കോടതിയെ സമീപിക്കുക തന്നെ ചെയ്യുമെന്നാണ് സമരസമിതിയുടെ നേതാവ് കൂടിയായ VM മാർസൺ ഇപ്പോൾ സംസാരിച്ചിട്ടുള്ളത്. ഈ കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അതുല്യ രാമേന്ദ്രൻ? ബനേഷ്, നിലവിൽ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രതികളിൽ 1ാം പ്രതിയും 4ാം പ്രതിയും ഈ മരിച്ച സഹോദരിമാരുടെ അമ്മയുടെ വളരെ അടുത്ത ബന്ധുക്കളാണ്. അതുപോലെ തന്നെ 2ാം പ്രതിയായ പ്രദീപ് എന്ന് പറയുന്നത് ഈ കുട്ടികളുടെ അച്ഛനമ്മമാർക്കൊപ്പം ജോലി ചെയ്തിരുന്ന ആളാണ്. ഇയാൾ സ്ഥിരമായി ഈ കുട്ടികളുടെ വീട്ടിൽ ചെല്ലാറുണ്ടായിരുന്നു. മാതാപിതാക്കൾ ഇല്ലാത്ത സമയത്തും വീട്ടിലേക്ക് ചെല്ലാറുണ്ടായിരുന്നു എന്നുള്ള അത്ര രീതിയിലുള്ളൊരു പരിചയം ഈ 4ാം പ്രതിയായ പ്രദീപിനും 2ാം പ്രതിയായ പ്രദീപിനും അവിടെ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഈ മാതാപിതാക്കളോട് വലിയ രീതിയിൽ അടുത്തു നിൽക്കുന്ന, അവരുടെ സാമൂഹിക വൃത്തത്തിൽ വളരെയധികം അടുത്തു നിൽക്കുന്ന പ്രതികളായതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ ഈ പീഡന വിവരം മറച്ചു വെച്ചു എന്നും അത്തരത്തിൽ ഒരു മറച്ചുവെക്കൽ ഇല്ലായിരുന്നുവെങ്കിൽ, ഈ പീഡന വിവരം മറച്ചു വെക്കാതെ നേരത്തെ തന്നെ എന്തെങ്കിലും നടപടി കൈക്കൊണ്ടിരുന്നുവെങ്കിൽ ഇളയ സഹോദരിയുടെ മരണം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു എന്നുമാണ് പറയുന്നത്. 2017 ജനുവരിയിലാണ് മൂത്ത കുട്ടിയെ, 13 വയസ്സുകാരിയായ മൂത്ത കുട്ടിയെ ഇത്തരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പിന്നീട് 3 മാസങ്ങൾക്ക് ശേഷം മാർച്ചിലാണ് ഇളയ സഹോദരിയെ സമാനമായ നിലയിൽ കണ്ടെത്തുന്നത്. എന്നാൽ ഈ മൂത്ത കുട്ടി ലൈംഗികമായ അതിക്രമങ്ങൾക്ക് ഇരയാകുന്നത്